ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ റെഡി ഗുഡ് ന്യൂസ്. ഇതൊരു പണ്ടത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഗൈസ്. അപ്പം ഇത് നമ്മൾ കിളീനെ കോയിനെ വാങ്ങാൻ വന്നുള്ള വീഡിയോ ആണ് കേട്ടോ. കിളീനൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ടൈം പോകുമ്പോൾ തന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സിനെല്ലാം കൊടുത്തു. കിളീനല്ല കേട്ടോ, കോയിനെ. അപ്പോൾ കിളീനെ കുറേ നാളെ വളർത്തി. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ നാട്ടിലേക്ക് വരുന്ന കാരണം കൊടുത്തു കേട്ടോ. ഇപ്പം എലികളെല്ലാം കാണാൻ ഇങ്ങനെ നല്ല രസമുണ്ടില്ല, റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ എലികളെല്ലാം ഗൈസ്. അപ്പം നല്ല രസമുണ്ടില്ല, എലികൾ മേലേക്ക് കയറി പോവാൻ നോക്കാണ്. ഇതൊക്കെ അടുത്ത എലികളല്ലേ, എന്തെല്ലാം രസമല്ലേ ഇവരെല്ലാം മേലേക്ക് കയറി പോവാൻ. ഇതേപോലെ ഇവിടെയൊക്കെ ഈ തത്തേനെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ തത്ത ഇപ്പം രണ്ട് ഇതായിരുന്നിട്ട് രണ്ട് തത്തകളായിരുന്നു. അവർക്ക് ഞങ്ങൾ വീഡിയോ വെച്ച് കൊടുത്തു കേട്ടോ. ആദ്യം പണ്ട് അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വാങ്ങിയിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അത് 2 ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ പ്രസവിച്ചിട്ട് പെറ്റ് പെരുകി കേട്ടോ. അപ്പം അതേപോലെ ഞങ്ങളും ചെയ്യാൻ നോക്കിയതാട്ടോ. പക്ഷേ ഇവർ മുട്ടൊന്നുമില്ല, 2 മാത്രം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസവും മാസമെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഒന്ന് കൊണ്ടുപോകാൻ കേട്ടോ ഗൈസ്. കൊണ്ടുപോകണ വേറെ ഒന്നുമല്ല, ഞങ്ങൾ നാട്ടിലേക്ക് വരുന്ന കാരണം നോക്കാൻ ആളില്ലാത്ത കാരണം കേട്ടോ ഗൈസ്. അപ്പോൾ അവർ കുറേ നേരമായി ഇതെല്ലാം മുറിക്കാൻ നോക്കണു. കാരണം ഇത് അച്ഛൻ മറ്റേ കേബിൾ ടൈ എല്ലാം വെച്ച് ഇതാക്കിയായിരുന്നു കേട്ടോ. ട്രെയിൻ വന്നു ഗൈസ്. അപ്പോൾ നമ്മളിനി അവർ കൊണ്ടുപോകാൻ കേട്ടോ കിളികളെ. അവർ കുറേ നേരം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവർ കുറേ നേരം കാത്തിരുന്നു കേട്ടോ, അങ്ങനെയെങ്കിലും കിട്ടാൻ കുറേ അന്തം വിട്ടിട്ടൊക്കെ ഇരുന്ന്. അങ്ങനെ ലാസ്റ്റ് അവരങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്ത്. അപ്പോൾ എന്നിട്ട് അതിപ്പോൾ അവർ കൊണ്ടുപോകാപ്പോൾ വലിച്ച് കൊണ്ടുപോകാണ്. കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അത് കൊണ്ടുപോകാൻ എല്ലാത്തിനും. അപ്പോൾ ഇതാണ് ഞങ്ങൾ പുറഭാഗം കേട്ടോ. ആദ്യത്താണ് നടക്കാൻ നല്ല രസമുണ്ടല്ലേ, ക്യൂട്ടായിട്ട്. അപ്പോൾ നമ്മൾക്ക് അവരുടെ അടുത്തേക്ക് പോയി നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ അവരുടെ കാറ്. അപ്പോൾ അവർ കാറിൽ കയറ്റാൻ നോക്കണം. അപ്പോൾ കയറ്റാൻ നോക്കിയിട്ട് കയറ്റാനൊക്കെ പറ്റി, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതും കുറച്ച് കാത്തിരിപ്പായിരുന്നു. തോരൊന്നും വന്നില്ല, പക്ഷെ കുഴപ്പമില്ല. കുറച്ച് ഇതൊക്കെ ആക്കിയിട്ട് ബുദ്ധിമുട്ട് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കുഴപ്പമില്ലാത്ത രീതിക്ക് ചെയ്തു കേട്ടോ. അതല്ലേ ഞങ്ങൾ ഫ്രണ്ടിൽ വെച്ച് അത് മറ്റേ അതിൻ്റെ തീറ്റയാക്കട്ടെ കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കും ഇപ്പോൾ വണ്ടിയിൽ കയറ്റാൻ. അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തീറ്റ ആരുടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിയായിരുന്നു കേട്ടോ.